മെഴുകുതിരി ശേഖരിച്ച് വെക്കുവാൻ ചെറിയ ചെറിയ തിരി കിട്ടുന്നത്. ആ ശേഖരിച്ച് വെച്ചിട്ട് ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഓരോ മുറിയുടെ അറ്റത്തോടെയൊക്കെ കത്തിച്ച് വെക്കും. ആൾക്കാർ സിസ്റ്റേഴ്സ് ഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരും ഊട്ടുമുറിലൊക്കെ പോകാൻ നേരം വെട്ടം കാണാൻ വേണ്ടിയിട്ട്. അൽഫോൻസാമ്മയ്ക്ക് ചാവറിയച്ചൻ പ്രത്യക്ഷപ്പെട്ട് രോഗശാന്തി നൽകിയ മുറിയാണിത്. ലോകം മുഴുവൻ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അൽഫോൻസാമ കിടന്ന മുറിയും അവൾ ഉപയോഗിച്ച പൂജ്യ വസ്തുക്കളും ഭരണങ്ങാനത്ത് ഇന്നും അതിവിശിഷ്ടമായി സൂക്ഷിച്ചിരിക്കുന്നത് ആരെയും ആകർഷിക്കും. വിശുദ്ധ അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന കട്ടിലെ ഷീറ്റ്. പണ്ട് അൽഫോൻസാമ കടന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ക്രീനാണിത്. വേർതിരിച്ചിരുന്ന സ്ക്രീനാണിത്. പണ്ടത്തെ തന്നെ അന്നുണ്ടായിരുന്ന സ്ക്രീൻ തന്നെയാണിത്. അൽഫോൻസാമ കിടന്ന മുറിയും അവൾ പ്രാർത്ഥിച്ചിരുന്ന മഠത്തിലെ ചാപ്പലും ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ചാപ്പലിനോട് ചേർന്നുള്ള മ്യൂസിയത്തിൽ വിശുദ്ധ ഉപയോഗിച്ച പുസ്തകങ്ങൾ, കട്ടിൽ, കുട മുതലായവ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. അവളുടെ പ്രസംഗത്തിൻ്റെ ഒരു പകർപ്പും ഇവിടെയുണ്ട്. അൽഫോൻസാമയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളാണ് ഇവർ. അൽഫോൻസാമയ്ക്ക് അത്യാവശ്യം നടക്കുന്ന സമയത്ത് മെഴുകുതിരി ശേഖരിച്ച് വെക്കുവാൻ ചെറിയ ചെറിയ തിരി കിട്ടുന്നത്. ആ ശേഖരിച്ച് വെച്ചിട്ട് ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഓരോ മുറിയുടെ അറ്റത്തോടെയൊക്കെ കത്തിച്ച് വെക്കും. ആൾക്കാർ സിസ്റ്റേഴ്സ് ഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരും ഊട്ടുമുറിലൊക്കെ പോകാൻ നേരം വെട്ടം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ശീലമായിരുന്നു അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പ്രകാശം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ മെഴുകുതിരി കുഞ്ഞ് വലിയപ്പോഴല്ല മുറിത്തിരികൾ ആണ് ശേഖരിച്ച് വയ്ക്കുന്നത്. വലിപ്പമുള്ള തിരികൾ കിട്ടാറില്ല. മുറിത്തിരി ശേഖരിച്ച് വെച്ചിട്ട് ലൈറ്റ് പോകുമ്പോൾ അത് കത്തിച്ച് വെക്കുമായിരുന്നു. എപ്പോഴും അതെ പരസ്പരം സഹായിക്കാൻ എല്ലാവർക്കും എന്താ വേണ്ടി വെച്ചാൽ അത് അന്നല്ല ആ സമയത്ത് ഒട്ടും വയ്യെങ്കിലും ഈ ശേഖരിച്ച് വെച്ച് തിരി കത്തിച്ച് വെക്കുമായിരുന്നു. അൽഫോൻസാമയോട് ഉള്ള എനിക്കായിട്ടുള്ള സ്നേഹമെന്ന് പറയുന്നത് പരാതിയില്ലാത്തൊരു ജീവിതം. എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. ആർക്കും എന്തും ഏത് സഹായവും പറ്റുന്നത്രയും സഹായം ചെയ്ത് പരാതിയില്ലാതെ ഈശോയെ സ്നേഹിച്ചിരുന്നു. തടസ്സങ്ങളെ പ്രത്യാശയോടെ നേരിട്ട് വിജയിച്ചവളാണ് വിശുദ്ധ അൽഫോൻസാമ. ആധുനിക ലോകത്തിന് പ്രത്യാശയുടെ വാതിലാണ് വിശുദ്ധ അൽഫോൻസാമ. നമ്മെ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിലും ശാന്തത വെടിയാതെ പ്രത്യാശയോടെ നീങ്ങുവാൻ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നു.